സർ, ഈ വരുന്ന ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യയിൽ 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത് സംവിധാൻ ഹത്യാ ദിവസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ നൽകിക്കൊണ്ടാണ്. ഭരണഘടനയെ കൊന്ന ദിവസം എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്യുന്നത് പോലെ 50 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഭരണഘടനയെ കൊല്ലുക തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ചരിത്രത്തില് വളരെ ഇരുണ്ട 2 വർഷങ്ങളാണ് 1975 മുതൽ 77 വരെ കടന്നുപോയത്. അതായത് ഭരണഘടനയെ സമ്പൂർണമായും സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഭരണഘടന ഇല്ലാത്ത ഭരണം, അതാണ് ആ 2 വർഷക്കാലം ഇന്ത്യയിൽ അരങ്ങേറിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് കോടതി വിധികൾ ഉണ്ടാവുകയും അപ്പീലുകളൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് എതിരായി തീരുകയും ചെയ്തപ്പോൾ ഭരണം വിട്ടു പോകേണ്ടി വരും എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി. ഭരണത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടമില്ലാതിരുന്ന ഇന്ദിരാഗാന്ധി അന്ന് ചെയ്ത ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. രാജ്യത്ത് അസാധാരണമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുവെന്നും ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു സംഭവമൊന്നും അന്ന് രാജ്യത്തില്ല. അന്ന് യഥാർത്ഥത്തിൽ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടുള്ള ആൾക്കാരും സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും ജയപ്രകാശ് നാരായണൻ പോലെയുള്ള ലോകാരാധ്യരായിട്ടുള്ള അധികാരം വേണ്ടാത്ത ആൾക്കാരുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും എന്നതിലപ്പുറം അവിടെ യാതൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ഞാനിതൊക്കെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജനകീയമായ ജനങ്ങളുടെ മനസ്സിൽ സുപ്രീം കോടതി പറഞ്ഞതല്ലേ, ഹൈക്കോടതി പറഞ്ഞതല്ലേ, കോടതി വിധിയല്ലേ, അത് ഇന്ദിരാഗാന്ധി അംഗീകരിക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്ത ഉണ്ടായി. അപ്പൊ കോടതി വിധിയെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല? കോടതി വിധി പ്രധാനമന്ത്രിക്ക് ബാധകമല്ലേ? ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ അധികാരത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി വീണ്ടും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം ഇന്ദിരാഗാന്ധിയെ പിടികൂടി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം മാറ്റി നിർത്തണമെങ്കിൽ അടിയന്തരാവസ്ഥ അല്ലാതെ മറ്റു മാർഗമില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇലക്ഷൻ വേണ്ടി വരും. അടുത്ത ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തോറ്റുപോയെന്ന് വരും. തോറ്റുപോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു അന്തരീക്ഷമുണ്ട്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് 1969 മുതൽ 71 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇന്ദിരാഗാന്ധി പിടിമുറുക്കുന്ന കാലമാണ്. അതായത് ഇന്ദിര കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ഉണ്ടായി. പഴയ ആൾക്കാരെ ഓർക്കുന്നുണ്ടാകും. കോൺഗ്രസ് ഐ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ആ ഐ എന്നുള്ളത് ഇന്ത്യ എന്നൊന്നും അല്ല, ഇന്ദിര തന്നെയാണ്. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന DK ബറുവ ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തുകയും കോൺഗ്രസ് ഇന്ദിര എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് പാർട്ടി ഉണ്ടാവുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള പരമ്പരാഗത കോൺഗ്രസ്സുകാര് അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും അവര് യഥാർത്ഥ കോൺഗ്രസ് ആയിട്ട് നിലകൊള്ളുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ആരംഭിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഭരണം തിരിച്ചു കിട്ടില്ല എന്ന് തോന്നിയ അവസരത്തിലാണ്, വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഭയം തോന്നിയ അവസരത്തിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ എന്ന് 50 വർഷത്തിന് ശേഷം ജനിച്ച ആൾക്കാർക്ക് അറിയില്ല. അതായത് യാതൊരു വിധത്തിലുള്ള നിയമനിർമ്മാണവും അന്ന് നടക്കുന്നില്ല. യാതൊരു വിധത്തിലുള്ള ഗവൺമെന്റ് വിരുദ്ധമായ വാർത്തകളും പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റിനെതിരായിട്ട് ശബ്ദിക്കുന്ന ആരെയും സംശയിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്ന് ജയിലിൽ പോയത്. കേരളത്തിൽ തന്നെ അന്ന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ജയിലുകളിൽ ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ 10,000-കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് സംഘടനയുണ്ട്. ആ സംഘടനയിൽ 7,700-ഓളം പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ സംഖ്യ അന്ന് ഉണ്ടായിരുന്നു നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. രണ്ടാം സ്വാതന്ത്ര്യ സമര പെൻഷൻ എന്നുള്ള നിലയിൽ 13 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ല. അതിന്റെ കാരണം കേരളത്തിലെ പ്രതിപക്ഷം അന്ന് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിരുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
അന്ന് കരുണാകരനോടും ഇന്ദിരാഗാന്ധിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഭരണം പങ്കിടുകയായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ മാത്രം ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം ഉണ്ടായില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് താഴെ പോയെങ്കിലും കേരളത്തിൽ മാത്രം താഴെ പോയില്ല. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ കൂടെയായിരുന്നു, അധികാരത്തിലായിരുന്നു. അതുകൊണ്ട് ഭരണം പോയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭരണമാറ്റവും ഉണ്ടായില്ല. ഇതാണ് കേരളത്തിൽ അന്നുണ്ടായ സംഭവം. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും ഗവൺമെന്റ് നിയന്ത്രണത്തിലായി. അന്ന് ഇതുപോലെ ടി വി ചാനലുകളില്ല, സോഷ്യൽ മീഡിയ ഇല്ല. പത്രങ്ങളും റേഡിയോയും മാത്രമാണ് ജനങ്ങൾക്കാകെ ബന്ധപ്പെടാനുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ. പത്രങ്ങൾ മുഴുവൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായി. അതായത് പത്രത്തിൽ വരുന്ന ഓരോ വാർത്തയും എഡിറ്റോറിയലും ലേഖനങ്ങളും എല്ലാം ഗവൺമെന്റിനെ കാണിച്ച് ഗവൺമെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അച്ചടിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ചുമതല ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളുടെയും മാസികകളുടെയും വാരികകളുടെയും ലഘുലേഖകളുടെയും എഡിറ്റിംഗ് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഗവൺമെന്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി. ആകാശവാണി എന്നൊക്കെ പറയുന്നത് ഇന്ദിരാ സ്തുതി കൊണ്ട് മാത്രം ഒരു ഭക്ത ചാനൽ പോലെ അന്ന് മാറി ആകാശവാണിയൊക്കെ. അങ്ങനെ ഒരു നല്ല ഭരണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയും ഇന്ദിരാഗാന്ധി എതിർത്ത ലക്ഷക്കണക്കിന് ആൾക്കാരെ ജയിലിലടക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പലരും മർദ്ദനമേറ്റ് മരിക്കുകയും, കേരളത്തിലൊക്കെ രാജൻ കൊലക്കേസൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇവിടെ പോലും ജയിലിനുള്ളിൽ മരണം നടന്നിട്ടുണ്ട്, കേരളത്തിൽ പോലും. അങ്ങനെ ഇന്ത്യ മുഴുവൻ അന്ധകാരം കൊണ്ട് മൂടിയ, ഭരണഘടനയെ സസ്പെൻഡ് ചെയ്ത, പാർലമെന്റിനെ സസ്പെൻഡ് ചെയ്ത, നിയമസഭയെ സസ്പെൻഡ് ചെയ്ത ഒരു കാലഘട്ടം. ഞാൻ ഓർക്കുന്നു, അച്യുത മേനോന്റെ മന്ത്രിസഭ 5 കൊല്ലത്തെ കാലാവധിയും കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് മുന്നോട്ട് പോയി. കാരണം അടിയന്തരാവസ്ഥയാണ്, തെരഞ്ഞെടുപ്പില്ല, കാലാവധിയില്ല, നിയമമില്ല. കോടതികളൊക്കെ തന്നെ മരച്ചുപോയി. കോടതികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഭരണഘടന അനുസരിച്ചല്ല പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഭരണഘടന അനുസരിച്ചുള്ള വിധികൾ പ്രസ്താവിക്കാനുള്ള അധികാരം കോടതിക്കുമില്ല. ഇതൊക്കെ നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് ഓർക്കണം. അതായത് കോടതിക്ക് വിധിക്കാൻ അധികാരമില്ല, പത്രത്തിൽ വാർത്ത എഴുതാൻ അധികാരമില്ല, ആകാശവാണി വാർത്ത വായിക്കാൻ അധികാരമില്ല, ഗവൺമെന്റിനെതിരായിട്ട് ആരും ശബ്ദിക്കാനും അധികാരമില്ല. മൈക്ക് കെട്ടി പ്രസംഗിക്കൊന്നും വേണ്ട. എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഗവൺമെന്റിനെതിരെ സംസാരിച്ചാൽ അപ്പോഴേ കൊണ്ടുപോകും, പിന്നെ ജയിലിലാണ്, പിന്നെ ആളെ കാണില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഇത് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇന്നുള്ളവർ അറിയേണ്ടതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത പാർട്ടിയുടെ ഇന്ദിരാഗാന്ധിയുടെ മകന്റെ മകനാണിപ്പോൾ ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ് അതിന്റെ ഒരു വലിയ വൈപരീത്യം എന്ന് പറയുന്നത്. ഭരണഘടനയെ കൊന്നു കുഴിച്ചുമൂടി 2 കൊല്ലം അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ഭരിച്ച പാർട്ടി ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഭരണഘടനാ ഹത്യാ ദിവസ്, ഭരണഘടനയെ കൊന്ന ദിവസം 50 വർഷത്തിന് ശേഷം ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനായിരുന്നു ഇതെല്ലാം? അതായത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായി തകർന്നു പോയ ബ്രിട്ടൻ പിടിച്ചു നിൽക്കാൻ രക്ഷയില്ലാതെ വന്നപ്പോൾ 100 കണക്കിന് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആ കൂടെ ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 100ഓളം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷവും മാസവും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഒത്തിരി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ തലേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ രാജ്യങ്ങൾക്ക് അന്നേ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം കോളനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികം കയ്യിലില്ലാതെ വന്നു. അപ്പൊ അങ്ങനെയാണ് അത് കിട്ടിയത്. ഇത് കിട്ടുന്ന സമയത്ത് ധാരാളം രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്ക് മാറി. എന്നാൽ ജനാധിപത്യത്തിലേക്ക് മാറിയെങ്കിലും രാജാധിപത്യത്തിന്റെ അതേ ശൈലിയിൽ ജനാധിപത്യത്തെ ഉപയോഗിച്ച ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചു. അതിനുവേണ്ടി ദേശീയ പതാകയുടെ അതേ 3 നിറങ്ങളുള്ള കൊടി പാർട്ടി കൊടിയായിട്ട് അംഗീകരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ഭാരതരത്നം കൊടുത്തു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ആ ഭാരതരത്നം ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്ത് വലിയ തമാശയാണെന്ന് ഓർക്കണം. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പറയും,
എന്റെ 16 അടിയന്തരം ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ ഉണ്ണുവാണ്. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും കാണാനും ഉണ്ണാനും പറ്റുകയല്ലോ. അങ്ങനെ 16 അടിയന്തരം സ്വയം ഉണ്ട ആളാണ് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പൊ അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹം അല്ല, അദ്ദേഹത്തിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു എന്ന് പറയുന്ന അതിസമ്പന്നനായിട്ടുള്ള വ്യക്തി കോൺഗ്രസ് പാർട്ടിയെ കാശ് കൊടുത്ത് മേടിച്ച് സ്വന്തമാക്കിയ പാർട്ടിയാണ്. ഞാനിത് പച്ചയ്ക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്യമായ തെളിവുള്ള കാര്യമായതുകൊണ്ടാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ കാശ് കൊടുത്ത് സ്പോൺസർ ചെയ്ത് സ്വന്തമായിട്ട് മേടിച്ച് സ്വന്തം മകനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം പേരും തെരഞ്ഞെടുത്ത സർദാർ പട്ടേലിനെ വെട്ടിനിരത്തി, സുഭാഷ് ചന്ദ്രബോസിനെ വെട്ടിനിരത്തി, കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ തറവാട്ട് സ്വത്താക്കി മാറ്റി, നെഹ്റുവിന് ശേഷം ഇന്ദിര, ഇന്ദിരയ്ക്ക് ശേഷം രാജീവ്, രാജീവിന് ശേഷം അങ്ങനെ 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 ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജി പറഞ്ഞതാണ് ഇത് പിരിച്ചുവിടാൻ. അതിനുശേഷം 1969 ഉണ്ടായ പിളർപ്പ്, 71 വരെ ഉണ്ടായിരുന്ന സന്നിഗ്ധാവസ്ഥ ഇതെല്ലാം വന്നപ്പോ കോൺഗ്രസ് അവിടെ തീർന്നതാണ്. പിന്നെയുള്ളത് ഇന്ദിരയുടെ കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോൾ ഭരണഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകാധിപത്യം അടിച്ചേൽപ്പിച്ച 2 വർഷത്തെ ഇരുണ്ട യുഗം ഇനി ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഭരണഘടനാ ഹത്യാ ദിവസ് ആചരിക്കുന്നത്. തികച്ചും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതാണ്. അരനൂറ്റാണ്ട് കാലം മുമ്പ് ഇന്ത്യ കടന്നുപോയ ആ ഇരുണ്ട 2 വർഷങ്ങളെ കുറിച്ച് കൃത്യമായും പുതിയ തലമുറ അറിയേണ്ടതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ ശ്രീ ജെ നന്ദകുമാർ എഴുതിയ പുസ്തകമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഗവർണർ, കേരള ഗവർണർ അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്തായിരുന്നു അടിയന്തരാവസ്ഥ എന്നുള്ള കാര്യം. അപ്പോ തീർച്ചയായിട്ടും പുതിയ തലമുറയിൽപ്പെട്ടവർ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥയുടെ ചരിത്രം. അതുകൊണ്ട് ഭരണഘടന കൊല്ലപ്പെട്ട ആ ഇരുണ്ട നാളുകൾ, ഇരുണ്ട വർഷങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥയില് ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കുന്നതിനെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മളും അന്വേഷിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. എന്തായാലും 50 വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനയെ കൊന്ന് കുഴിച്ചുമൂടി അതിനുമേൽ കസേരയിട്ട് ഭരണത്തിലിരുന്നു എന്നുള്ള ഒരു വിമർശനം, അതിരൂക്ഷമായ വിമർശനം 50 വർഷങ്ങൾക്കിപ്പുറവും ഇന്ദിരാഗാന്ധിയെ തേടിയെത്തുന്നുണ്ടെങ്കിൽ അന്ന് 2 വർഷക്കാലം ഇന്ത്യയോട് അവർ ചെയ്ത, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ അനുഭവിക്കേണ്ടി വന്ന ചില നീറുന്ന പ്രശ്നങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. എന്തായാലും സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിലാണ് ഈ വരുന്ന ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥയെ കേന്ദ്ര ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയെ കൊന്ന ദിവസം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.